ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ അവസാനത്തെ 5 എപ്പിസോഡുകളാണ് ഈ പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സെക്കായ് ടെക്കായുടെ മാനേജ്മെൻറ്റ് അത് റെസ്യൂം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അതിനൊത്ത് മറ്റവർ ട്രെയിനിങ്ങും ആരംഭിച്ചിട്ടുണ്ടാകും. ഇനി സെമി ഫൈനലായിരിക്കും നടക്കാൻ പോകുന്നത്. 3 ടീമായിരിക്കും അവശേഷിക്കുന്നത്: കോബ്രക്കായ്, മിയാഗി ഡോ, അയൺ ഡ്രാഗൺസ്. പക്ഷെ ഇപ്രാവശ്യം ബാഴ്സലോണയിലായിരിക്കില്ല അവർ നടത്തുന്നത്, അവരുടെ തന്നെ ഓൾ വാലിയിലായിരിക്കും. മുമ്പത്തേക്കാളും നന്നായി തന്നെ നടത്തുമെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം സംഭവിക്കും. ഇതിൽ ആര് ഹോസ്റ്റ് ചെയ്യണം എന്നതായിരിക്കും അത്. അതിനായി അവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടത്തുകയും അയാൾ ഒറ്റ കിക്കിന് മറ്റേയാളെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതായിരിക്കും അവരുടെ ചാലഞ്ച്. സെക്കായ് ടെക്കായ് എന്ന പരിപാടിക്ക് തയ്യാറെടുക്കുമ്പോൾ കുമിക്കോയിൽ നിന്ന് ചോസിന് ഒരു കത്ത് ലഭിക്കുകയും അവൾ തന്നെ ഒരു സുഹൃത്തായി മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് ഭയങ്കര വിഷമമുണ്ടാക്കുകയാണ് ചോസന്. ഇത് കണ്ട് ഡാനിയലിനും അമാൻഡയ്ക്കും ഒരു പാവം തോന്നും. ഡാനിയലിന് അവനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നില്ല, അവനെയും അവരുടെ കൂടെ കൂട്ടും. ഇതൊക്കെ നടക്കുമ്പോൾ പിള്ളേർ അവരുടെ വരാനിരിക്കുന്ന പരിപാടികൾക്കായി പരിശീലനം നടത്തുന്നു. ഹോക്കിൻ്റെയും ഡെമിട്രിയുടെയും സഹായത്തോടെ റോബിയും മിഗ്വേലും ഒരുമിച്ച് പരിശീലനം നടത്തുന്നു. MITയിൽ ചേർന്നിട്ടില്ലെന്നും പകരം കാൽടെക്കിലേക്ക് പോകുമെന്നും പറയുന്നു. ശേഷം ടോറി റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ സാം ഇരിക്കുന്നതായി കാണും. "നീ എന്താ ഇവിടെ?" "മിയാഗി ഡോയിൽ എല്ലാവരും ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് ട്രെയിൻ ചെയ്യാൻ നല്ലൊരാളെ തന്നെ വേണമെന്ന് തോന്നി. അപ്പോൾ ടോറി, ഞാൻ ഇനി ഫൈറ്റ് ചെയ്യുന്നില്ല, ഒരു മത്സരത്തിനുമില്ല. ഇനി ആ ഗീ ഒരിക്കൽ പോലും ഇടാൻ എനിക്ക് ഉദ്ദേശമില്ല." അപ്പോൾ സാം, "എങ്കിൽ അയൺ ഡ്രാഗൺസിലെ സാറയെ തോൽപ്പിക്കാനെങ്കിലും എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യില്ലേ?" എന്ന് ചോദിച്ച് ടോറി അതിനായി സമ്മതിക്കുന്നു. ശേഷം ജോണി അവൻ്റെ കരാട്ടെ മേറ്റായ പള്ളിയിലച്ഛനെ കാണാനായി ചെല്ലും. അവൻ, "നിനക്കറിയാലോ, എനിക്കും കാർമെനും ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല." അപ്പോൾ അയാൾ, "ഓ, എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇതൊരു തെറ്റൊന്നുമല്ല. കല്യാണം എപ്പോൾ വേണേലും കഴിക്കാമല്ലോ." എന്ന് കേൾക്കുമ്പോഴാണ് ജോണിക്കും ഒന്ന് ആശ്വാസമാവുന്നത്. ഹോക്കും ഡെമിട്രിയും കണ്ടെത്തിയ ആക്സലിനെതിരെ റോബി വിജയിക്കാനുള്ള സാധ്യതകൾ ഒരുക്കുന്നതിനായി അവരൊരു സിമുലേറ്റർ നിർമ്മിച്ചിട്ടുണ്ടാവും. അത് റോബിയെ കൊണ്ട് ഇടിയിപ്പിക്കും. അപ്പോൾ എതിരെ നിൽക്കുന്ന മിഗ്വലിനെ അവന് ആക്സലായിട്ടായിരിക്കും കാണുന്നത്. അതൊരു VR ടൈപ്പ് ഉള്ളതായിരിക്കും. അവൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ആക്സൽ ചെയ്യുന്ന പോലെയാണ് അവന് തോന്നുന്നത്. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ കിക്ക് തന്നെ റോബിക്ക് കിട്ടുന്നു. ശേഷം സാം ടോറിയെ ഓൾ വാലി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ജോണി ഇൻ്റർനെറ്റിൽ കാർമനെ പ്രൊപ്പോസ് ചെയ്യാനായി ബെസ്റ്റ് പ്രൊപ്പോസൽ ഐഡിയാസ് എന്നൊക്കെ സെർച്ച് ചെയ്യും. അതിൽ ഫ്ലവേഴ്സ് കൊടുക്കുക എന്നുണ്ടാകും. ഇനി ഇതെവിടുന്ന് കിട്ടാനാ? എന്നിട്ട് ആരാൻ്റെ മുറ്റത്ത് പോയി കുറേ പൂക്കൾ വെട്ടിക്കൊണ്ടുപോകും. എന്തേലും കുക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്ന് കാണുമ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ജോണി ഒരുപാട് കഷ്ടപ്പെടും. നല്ല ഔട്ട്ഫിറ്റിൽ പോകണമെന്ന് കാണിക്കുമ്പോൾ ആദ്യം ഒരു ലോ ബഡ്ജറ്റ് കോട്ടും സ്യൂട്ടും ഒപ്പിക്കും. എന്നിട്ട് അത് ശരിയാവില്ലെന്ന് കണ്ട് ഒരെണ്ണം അളവെടുത്ത് തയ്പ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനായി ജോണി നേരെ നല്ല പോലെ നിന്ന് കൊടുക്കുന്നുണ്ടാവില്ല. കാണിക്കുന്ന കോട്ടുകളൊന്നും അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ അവസാനം ഒരെണ്ണം അവന് ഇഷ്ടപ്പെടുകയാണ്. ശേഷം റോബി ഫൈറ്റ് ചെയ്യുമ്പോഴെല്ലാം അവന് പറ്റുന്നുണ്ടാവില്ല. അവൻ്റെ കണ്ണിൽ ആക്സലായിട്ട് കാണുന്നതുകൊണ്ട് ഒരടിയും അവന് തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാ അടിയും അവൻ വാങ്ങിക്കൂട്ടും. എന്നിട്ട് റോബി ചെന്ന് ആ ലാപ്പിൽ നോക്കുമ്പോൾ അവൻ്റെ സക്സസ് പ്രോബാബിലിറ്റി വെറും 4% മാത്രമായിരിക്കും. ഇത് കണ്ട് മടുപ്പ് വന്ന അവൻ അതിട്ട് അവിടുന്ന് പോകുന്നു. പരിശീലനത്തിനിടയിൽ ടോറി മത്സരത്തിൽ നിന്ന് പങ്കെടുക്കാത്തതിൻ്റെ കാരണം കണ്ടെത്താൻ സാം ശ്രമിക്കുന്നു. കോബ്രക്കായ് തൻ്റെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ടോറി വ്യക്തമാക്കുന്നു. അവൾക്ക് വീണ്ടും ഗീ ധരിക്കാൻ കഴിയില്ല. മോശം കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സാം ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ടോറിയെ കൊണ്ട് ഫൈറ്റ് ചെയ്യിക്കുമെന്ന് സാം സമ്മതിപ്പിക്കുന്നു. ശേഷം ജോണി കാർമെനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്താണ് അവിടേക്ക് അവളുടെ അമ്മ വരുന്നത്. "എനിക്ക് നിങ്ങളുടെ മകളെ ഒഫീഷ്യലായി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്." അതിനായി ഒരു റിങ് അവൻ വാങ്ങിയിട്ടുണ്ടാവും. ആ സമയത്താണ് കാർമെൻ ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ ജോണിക്ക് വരുന്നത്. അവരെല്ലാം അവിടേക്ക് പോകും. ശേഷം റോബിയുടെ അടുത്തേക്ക് മിഗ്വൽ വന്നിട്ട്, "എങ്ങനെയുണ്ട് അവന്മാരുടെ കണ്ടുപിടുത്തം?" "നന്നായിട്ടുണ്ട്. റിയലിസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ലോണം റിയലിസ്റ്റിക് ആണ്. നീ അതൊന്നും നോക്കണ്ട.
നിനക്ക് ആക്സലിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. റോബി ഇല്ല, എനിക്കറിയാം ഞാൻ നല്ലൊരു ഫൈറ്ററാണ് എന്ന് വെച്ച് ബെസ്റ്റ് ആണെന്നല്ല. എന്ന് വെച്ച് ആക്സലിനെ പേടിച്ച് നീ തോറ്റു കൊടുക്കുകയാണോ? നീ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ആ കമ്പ്യൂട്ടറിലുള്ളതൊക്കെ മറന്നേക്ക്. ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല. നിനക്കിപ്പോഴും അവന്മാരുടെ ചന്തി അടിച്ചു പൊളിക്കാനുള്ള സമയമുണ്ട്. ഇത് കേട്ട റോബി വാവ്, നീ ഇപ്പോൾ എൻ്റെ അച്ഛനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഗെയിം ഓൺ ആക്കൂ. ശേഷം ഡാനിയലും അമാൻഡയും വൈനൊക്കെ അടിച്ച് കിണ്ടിയായിരിക്കും. ആ സമയത്താണ് ഡാനിയലിന് ഒരു അർജൻറ്റ് മെസ്സേജ് വരുന്നത്. രണ്ടുപേരും ഫിറ്റ് ആയതുകൊണ്ട് രണ്ടാൾക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചോസനെ വിളിക്കുന്നു. ശേഷം റോബിയും മിഗ്വേലും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങും. അതിൽ റോബി ഒരുപാട് ഇംപ്രൂവ് ആകും. ശേഷം കാർമൻ്റെ അടുത്തേക്ക് ജോണി വരും. നേഴ്സ് 6 മിനിറ്റേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് മാറ്റുമെന്ന് പറയും. ജോണിയോട് നീ എന്താ ഈ വേഷത്തിൽ? അവിടെ വെച്ച് ജോണി കാർമനെ പ്രപ്പോസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും അവിടേക്കെത്തും. ജോണി ഇതായിരിക്കില്ല നീ പ്രതീക്ഷിച്ചത്, ഇത് കഴിഞ്ഞ് വലിയ രീതിക്ക് തന്നെ നമുക്ക് ആഘോഷിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് അവരുടെ കല്യാണം നടത്താനായി ജോണിയുടെ ഫ്രണ്ടായ പള്ളിയിലച്ചൻ വന്ന് ഇരുവർക്കും പരസ്പരം വിവാഹിതരാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും സമ്മതമാണെന്ന് പറയും. അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നു. എല്ലാവരും ഹാപ്പിയായി പുറത്തോട്ട് വരും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കാർമനും ജോണിക്കും ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണ്. നിങ്ങൾ അവളെ കാണാൻ റെഡിയല്ലേ എന്ന് ചോദിക്കും. ലോറ എന്നായിരിക്കും കുട്ടിക്ക് പേരിട്ടത്. അത് ജോണിയുടെ അമ്മയുടെ പേരായിരിക്കും. വെൽക്കം ടു ദ വാലി ലോറ എന്നും പറഞ്ഞ് ജോണി ആ കുഞ്ഞിനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.